രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ച നേടിയ രാജ്യങ്ങളിൽ ഒന്നാണ് ദക്ഷിണ കൊറിയ. 1950കളിൽ നടന്ന കൊറിയൻ യുദ്ധത്തിന് ശേഷം ഈ രാജ്യം പൂർണ്ണമായും തകർന്നിരുന്നു. അന്ന് ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളുടെ പട്ടികയിലായിരുന്നു ദക്ഷിണ കൊറിയയുടെ സ്ഥാനം. ജനങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം യുദ്ധത്തിൽ നശിച്ചു പോയിരുന്നു. എന്നാൽ പിന്നീട് അവിടെ നടന്നത് ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ വലിയൊരു മാറ്റമാണ്. വെറും 60 വർഷങ്ങൾ കൊണ്ട് അവർ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറി. ഒരു ദരിദ്ര രാജ്യത്തിൽ നിന്നും വികസിത രാജ്യത്തിലേക്കുള്ള അവരുടെ ഈ വളർച്ചയെ ഹാൻ നദിയിലെ അത്ഭുതം എന്നാണ് ലോകം വിളിക്കുന്നത്. ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സിയോൾ നഗരത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് ഹാൻ. ഈ നദിയുടെ പേരിൽ നിന്നാണ് ഹാൻ നദിയിലെ അത്ഭുതം എന്ന പ്രയോഗം തന്നെ ഉണ്ടായത്. കൊറിയൻ യുദ്ധം ആ രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ ചാരമാക്കി മാറ്റിയിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ യുദ്ധത്തിൽ മരിച്ചു വീണു. വ്യവസായശാലകളും പാലങ്ങളും റോഡുകളുമെല്ലാം പൂർണ്ണമായും ബോംബിട്ട് തകർക്കപ്പെട്ടു. രാജ്യത്ത് പ്രകൃതി വിഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഭൂമിയും വളരെ കുറവായിരുന്നു. നോർത്ത് കൊറിയയുമായി താരതമ്യം ചെയ്യുമ്പോൾ സൗത്ത് കൊറിയ സാമ്പത്തികമായി വളരെ പിന്നിലായിരുന്നു. എന്നാൽ ഈ വലിയ തകർച്ചയിൽ നിന്നും എങ്ങനെയെങ്കിലും കരകയറണമെന്ന വലിയ ആഗ്രഹം ആ ജനതയ്ക്ക് ഉണ്ടായിരുന്നു. ലോകരാജ്യങ്ങൾ നൽകിയ സഹായങ്ങൾ കൊണ്ടാണ് യുദ്ധത്തിന് ശേഷമുള്ള ആദ്യ വർഷങ്ങളിൽ അവർ ജീവിച്ചത്. എന്നാൽ സ്വന്തം കാലിൽ നിൽക്കാൻ അവർ അതിയായി ആഗ്രഹിച്ചു. ആ ആഗ്രഹമാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക കുതിച്ചുചാട്ടത്തിന് വഴിമാറിയത്. ദക്ഷിണ കൊറിയയുടെ ഈ വലിയ വിജയത്തിന് പിന്നിൽ ചരിത്രപരമായ പല പ്രധാന കാരണങ്ങളുമുണ്ട്. ദക്ഷിണ കൊറിയയുടെ സാമ്പത്തിക വളർച്ചയുടെ യഥാർത്ഥ ചരിത്രം ആരംഭിക്കുന്നത് 1961 അവിടെ നടന്ന ഒരു പട്ടാള അട്ടിമറിയിലൂടെയാണ്. ജനറൽ പാർക്ക് ചങ് ഹി എന്ന സൈനിക മേധാവി രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുത്തു. അദ്ദേഹം ഒരു ഏകാധിപതിയായിരുന്നുവെങ്കിലും രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം നൽകി. ദാരിദ്ര്യം ഇല്ലാതാക്കാൻ കഠിനമായ തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹം തയ്യാറായി. ജനാധിപത്യ രീതികൾക്ക് പകരം കർശനമായ നിയമങ്ങളിലൂടെ അദ്ദേഹം രാജ്യത്തെ നിയന്ത്രിച്ചു. രാഷ്ട്രീയമായ എതിർപ്പുകളെ അദ്ദേഹം ശക്തമായി അടിച്ചമർത്തി. എങ്കിലും അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് കൊറിയൻ സാമ്പത്തിക വ്യവസ്ഥയുടെ കൃത്യമായ അടിത്തറ പാകിയത്. രാജ്യത്തെ ഒരു വലിയ വ്യവസായ ശക്തിയാക്കി മാറ്റുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. അതിനായി അദ്ദേഹം ആവിഷ്കരിച്ച പദ്ധതികളാണ് പിന്നീട് വലിയ വിജയമായി മാറിയത്. അതുവരെ കൃഷിയെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു ദക്ഷിണ കൊറിയ. എന്നാൽ പരമ്പരാഗത കൃഷിയിലൂടെ മാത്രം രാജ്യത്തിന് പെട്ടെന്ന് പുരോഗതി നേടാൻ കഴിയില്ല എന്ന് പാർക്ക് ചങ് ഹി മനസ്സിലാക്കി. ഇതിനായി അദ്ദേഹം പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചു. ഓരോ 5 വർഷത്തേക്കും കൃത്യമായ സാമ്പത്തിക ലക്ഷ്യങ്ങൾ തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. മറ്റു രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിന് പകരം സ്വന്തമായി സാധനങ്ങൾ നിർമ്മിച്ച് വിൽക്കുക എന്ന പുതിയ നയമാണ് അവർ സ്വീകരിച്ചത്. വിദേശ വിപണികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ അതിവേഗം ഉൽപാദനം ആരംഭിച്ചു. ആദ്യം തുണിത്തരങ്ങൾ, ഷൂസുകൾ, കൃത്രിമ മുടികൾ പോലെയുള്ള ചെറിയ വ്യവസായങ്ങളിലാണ് അവർ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യാൻ തയ്യാറുള്ള വലിയൊരു തൊഴിലാളി സമൂഹം അന്ന് കൊറിയയിലുണ്ടായിരുന്നു. ഇവരുടെ അധ്വാനം ഉപയോഗിച്ച് വളരെ കുറഞ്ഞ ചെലവിൽ സാധനങ്ങൾ നിർമ്മിച്ച് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തു. ഇത് കൊറിയയിലേക്ക് വിദേശ നാണയം ഒഴുകിയെത്താൻ സഹായിച്ചു. ദക്ഷിണ കൊറിയയുടെ വികസനത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ചെബോൾ എന്നറിയപ്പെടുന്ന വലിയ വ്യവസായ ഗ്രൂപ്പുകളാണ്. സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടെ വളർന്നു വന്ന വലിയ കുടുംബ വ്യവസായങ്ങളെയാണ് ഈ പ്രത്യേക പേരിൽ വിളിക്കുന്നത്. സാംസങ്, ഹുണ്ടായി, LG ഗ്രൂപ്പ്, SK ഗ്രൂപ്പ് തുടങ്ങിയ ഇന്നത്തെ ലോക പ്രശസ്ത കമ്പനികളെല്ലാം ഇത്തരം വ്യവസായ ഗ്രൂപ്പുകൾക്ക് ഉദാഹരണമാണ്. ഈ കമ്പനികൾക്ക് സർക്കാർ അന്ന് വലിയ സാമ്പത്തിക സഹായങ്ങൾ നൽകി. വളരെ കുറഞ്ഞ പലിശയിൽ ബാങ്കുകളിൽ നിന്നും വലിയ തുകകൾ വായ്പയായി നൽകി. വിദേശത്ത് നിന്നും പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരാൻ സർക്കാർ ഈ കമ്പനികളെ സഹായിച്ചു. വിദേശ കമ്പനികൾക്ക് കൊറിയയിൽ വന്ന് കച്ചവടം നടത്തുന്നതിന് സർക്കാർ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇത് ഈ ആഭ്യന്തര കമ്പനികൾക്ക് വളരെ വേഗം വളരാൻ വലിയ ഗുണം ചെയ്തു. സർക്കാരിൽ നിന്നും ഈ വലിയ സഹായങ്ങൾ ലഭിക്കുന്നതിന് പകരമായി ഈ കമ്പനികൾ ചില കർശന വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ടായിരുന്നു. സർക്കാർ മുൻകൂട്ടി തീരുമാനിക്കുന്ന കയറ്റുമതി ലക്ഷ്യങ്ങൾ ഈ കമ്പനികൾ കൃത്യമായി പൂർത്തിയാക്കണം എന്നതായിരുന്നു പ്രധാന നിബന്ധന. നിശ്ചിത സമയത്തിനുള്ളിൽ മികച്ച ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യണമെന്ന് സർക്കാർ കർശനമായി ആവശ്യപ്പെട്ടു. ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്ന മികച്ച കമ്പനികൾക്ക് സർക്കാർ വീണ്ടും കൂടുതൽ സഹായങ്ങൾ നൽകി. എന്നാൽ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയാത്ത കമ്പനികൾക്കുള്ള സഹായങ്ങൾ സർക്കാർ ഉടൻ നിർത്തിവെച്ചു. സർക്കാരും ഈ വലിയ വ്യവസായ ഗ്രൂപ്പുകളും തമ്മിലുള്ള ഈ ശക്തമായ കൂട്ടുകെട്ട് ദക്ഷിണ കൊറിയൻ സമ്പദ് വ്യവസ്ഥയെ അതിവേഗം മുന്നോട്ട് നയിച്ചു. പരസ്പരമുള്ള ഈ സഹകരണം കാരണം ലോക വിപണിയിൽ മറ്റു രാജ്യങ്ങളോട് ശക്തമായി മത്സരിക്കാൻ ഈ കമ്പനികൾക്ക് എളുപ്പത്തിൽ കഴിഞ്ഞു. 1970കളിൽ ദക്ഷിണ കൊറിയ തങ്ങളുടെ സാമ്പത്തിക നയങ്ങളിൽ വീണ്ടും വലിയൊരു മാറ്റം വരുത്തി. ചെറിയ വ്യവസായങ്ങൾക്ക് പകരം ഭാവി മുന്നിൽ കണ്ട് വലിയ വ്യവസായങ്ങൾ തുടങ്ങാൻ അവർ തീരുമാനിച്ചു. ഇരുമ്പുരുക്ക് നിർമ്മാണം, രാസവസ്തുക്കൾ, കപ്പൽ നിർമ്മാണം, വാഹന നിർമ്മാണം തുടങ്ങിയ ഭാരമേറിയ വ്യവസായങ്ങളിലേക്ക് അവർ ധൈര്യപൂർവ്വം കടന്നു.
വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ രാജ്യത്തിന് ആവശ്യമായ അടിസ്ഥാന നിർമ്മാണ വസ്തുക്കൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുക എന്നതായിരുന്നു ഇതിന് പിന്നിലെ ലക്ഷ്യം. ഈ തീരുമാനം ദക്ഷിണ കൊറിയയുടെ ചരിത്രത്തിലെ മറ്റൊരു നിർണായക നാഴികക്കല്ലായി മാറി. വ്യവസായ രംഗത്ത് ഒരു വമ്പൻ ശക്തിയായി മാറാൻ ഈ വലിയ മാറ്റം അവരെ സഹായിച്ചു. ഭാരമേറിയ വ്യവസായങ്ങളുടെ ഭാഗമായി പോസ്കോ എന്ന പേരിൽ വലിയൊരു ഇരുമ്പുരുക്ക് നിർമ്മാണശാല അവർ രാജ്യത്ത് സ്ഥാപിച്ചു. തുടക്കത്തിൽ പല സാമ്പത്തിക വിദഗ്ധരും ഇതൊരു വലിയ അബദ്ധമായിരിക്കുമെന്ന് കരുതിയിരുന്നു. ദക്ഷിണ കൊറിയയിൽ ഇരുമ്പയിര് പോലെയുള്ള പ്രകൃതി വിഭവങ്ങൾ തീരെ കുറവായിരുന്നു എന്നതാണ് ഇതിന് കാരണം. എന്നാൽ വിദേശത്തു നിന്നും അസംസ്കൃത വസ്തുക്കൾ വലിയ തോതിൽ ഇറക്കുമതി ചെയ്ത് അവർ അത്യാധുനിക രീതിയിൽ ഇരുമ്പ് ഉൽപ്പാദിപ്പിച്ചു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പോസ്കോ ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണ കമ്പനികളിൽ ഒന്നായി മാറി. ഒരു പ്രകൃതി വിഭവവും ഇല്ലാതെ തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച ഉരുക്ക് നിർമ്മാതാക്കളായി അവർ മാറിയത് ചരിത്രത്തിലെ വിശ്വസിക്കാൻ കഴിയാത്ത വലിയൊരു അത്ഭുതമാണ്. ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച മികച്ച ഇരുമ്പ് ഉപയോഗിച്ച് അവർ വലിയ കപ്പലുകൾ നിർമ്മിക്കാൻ തുടങ്ങി. മികച്ച തൊഴിലാളികളുടെ കഠിനാധ്വാനം കാരണം കപ്പൽ നിർമ്മാണത്തിൽ ലോകത്തിലെ ഒന്നാം സ്ഥാനക്കാരായി അവർ വളരെ വേഗം മാറി. ഹ്യുണ്ടായി ഹെവി ഇൻഡസ്ട്രീസ് പോലെയുള്ള കമ്പനികൾ ഈ രംഗത്ത് വലിയ ആഗോള നേട്ടങ്ങൾ ഉണ്ടാക്കി. തുടർന്ന് കാറുകൾ നിർമ്മിക്കുന്നതിലും അവർ വലിയ വിജയം നേടി. വിദേശ സാങ്കേതികവിദ്യ നന്നായി പഠിച്ചെടുത്ത ശേഷം സ്വന്തമായി മികച്ച എഞ്ചിനുകൾ വികസിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഹ്യുണ്ടായി, കിയ പോലെയുള്ള കമ്പനികൾ ലോകമെമ്പാടും തങ്ങളുടെ കാറുകൾ വിൽക്കാൻ തുടങ്ങി. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിലാണ് ദക്ഷിണ കൊറിയയുടെ സ്ഥാനം. സാമ്പത്തിക വളർച്ചയ്ക്ക് നല്ല റോഡുകളും പാലങ്ങളും അത്യാവശ്യമാണെന്ന് കൊറിയൻ ഭരണകൂടം വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. ഇതിനായി അവർ വളരെ വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ആവിഷ്കരിച്ചു. തലസ്ഥാനമായ സിയോൾ നഗരത്തെയും രണ്ടാമത്തെ വലിയ തുറമുഖ നഗരമായ ബുസാനെയും ബന്ധിപ്പിച്ചുകൊണ്ട് അവർ വലിയൊരു എക്സ്പ്രസ് ഹൈവേ നിർമ്മിച്ചു. ഗ്യോങ്ബു എക്സ്പ്രസ് വേ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ ഈ റോഡ് വളരെ വലിയൊരു ചരിത്ര പങ്ക് വഹിച്ചു. ഉൾനാടൻ വ്യവസായശാലകളിൽ നിന്നും സാധനങ്ങൾ വളരെ വേഗം തുറമുഖങ്ങളിൽ എത്തിക്കാനും അവിടെ നിന്നും വിദേശത്തേക്ക് അയക്കാനും ഇത് സഹായിച്ചു. അവിശ്വസനീയമായ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അവർ ഈ വലിയ റോഡ് നിർമ്മിച്ച് പൂർത്തിയാക്കിയത്. ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതോടെ രാജ്യത്ത് വ്യവസായങ്ങൾ കൂടുതൽ വേഗത്തിൽ വളരാൻ തുടങ്ങി. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാതെ ഒരു രാജ്യത്തിനും മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നതിന്റെ വലിയൊരു ഉദാഹരണമായിരുന്നു ദക്ഷിണ കൊറിയയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ. ഹൈവേകൾക്ക് പുറമെ വൈദ്യുതി ഉൽപാദനത്തിലും വാർത്താവിനിമയ രംഗത്തും വലിയ തുറമുഖങ്ങളുടെ നിർമ്മാണത്തിലും അവർ വലിയ നിക്ഷേപങ്ങൾ നടത്തി. രാജ്യം മുഴുവൻ അതിവേഗ റെയിൽവേ ശൃംഖലകൾ സ്ഥാപിച്ചു. ഫാക്ടറികൾക്ക് ആവശ്യമായ വൈദ്യുതി തടസ്സമില്ലാതെ ലഭിക്കാൻ വലിയ ഊർജ്ജ നിലയങ്ങൾ നിർമ്മിച്ചു. ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ മികച്ചതായപ്പോൾ വിദേശ നിക്ഷേപകർക്ക് കൊറിയയിൽ വ്യവസായങ്ങൾ തുടങ്ങാൻ വലിയ താൽപ്പര്യമായി. ഇതെല്ലാം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ വേഗത 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. ദക്ഷിണ കൊറിയയുടെ വിജയത്തിന്റെ മറ്റൊരു പ്രധാന കാരണം അവിടുത്തെ മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. കൊറിയൻ ജനതയ്ക്ക് വിദ്യാഭ്യാസത്തോടുള്ള അടങ്ങാത്ത താൽപ്പര്യം ലോക പ്രശസ്തമാണ്. പ്രകൃതി വിഭവങ്ങൾ തീരെ കുറവായ ആ രാജ്യത്ത് മനുഷ്യരുടെ ബുദ്ധിയെയും കഴിവിനെയുമാണ് അവർ ഏറ്റവും വലിയ സമ്പത്തായി കണ്ടത്. മികച്ച വിദ്യാഭ്യാസം ലഭിച്ചാൽ മാത്രമേ നല്ലൊരു ജോലി നേടാനും ജീവിതത്തിൽ വിജയിക്കാനും കഴിയൂ എന്ന് എല്ലാ കൊറിയക്കാരും ഉറപ്പായി വിശ്വസിക്കുന്നു. അതിനായി കുട്ടികളെ ഏറ്റവും മികച്ച രീതിയിൽ പഠിപ്പിക്കാൻ മാതാപിതാക്കൾ തങ്ങളുടെ സമ്പാദ്യത്തിന്റെ വലിയൊരു ഭാഗം ചിലവാക്കുന്നു. വിദ്യാഭ്യാസത്തിനു വേണ്ടി ഇത്രയധികം സമയം ചിലവാക്കുന്ന മറ്റൊരു സമൂഹം ലോകത്തിലില്ല എന്ന് തന്നെ പറയാം. സർക്കാരും വിദ്യാഭ്യാസ മേഖലയിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. രാജ്യത്തുടനീളം പുതിയ മികച്ച സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളും സ്ഥാപിച്ചു. ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം നൽകി. ഇതിലൂടെ വളരെ മികച്ച കഴിവുകളുള്ള ഒരു വലിയ തൊഴിൽ സേനയെ സൃഷ്ടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. വിദേശ സാങ്കേതിക വിദ്യകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും അത് സ്വന്തമായി വികസിപ്പിക്കാനും ഈ വിദ്യാസമ്പന്നരായ തൊഴിലാളികൾക്ക് പെട്ടെന്ന് കഴിഞ്ഞു. രാജ്യത്തെ വലിയ വ്യവസായങ്ങൾക്ക് ആവശ്യമായ മികച്ച എഞ്ചിനീയർമാരെയും ശാസ്ത്രജ്ഞരെയും സംഭാവന ചെയ്തത് ഈ മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. മനുഷ്യന്റെ അറിവാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ മൂലധനമെന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. കൊറിയൻ ജനതയുടെ കഠിനാധ്വാനവും അവരുടെ പ്രത്യേകതയായ തൊഴിൽ സംസ്കാരവുമാണ് ഈ രാജ്യത്തെ ഇത്രയും വേഗം മാറ്റിമറിച്ചത്. പാലി പാലി എന്നൊരു പ്രശസ്തമായ വാക്ക് കൊറിയൻ ഭാഷയിലുണ്ട്. വേഗം വേഗം എന്നാണ് ഇതിന്റെ കൃത്യമായ അർത്ഥം. ഏത് കാര്യവും വളരെ വേഗത്തിൽ ചെയ്തു തീർക്കുന്ന കൊറിയക്കാരുടെ പ്രത്യേക ശീലത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു വലിയ കെട്ടിടം പണിയുകയോ ഒരു പുതിയ സർക്കാർ നിയമം നടപ്പിലാക്കുകയോ അല്ലെങ്കിൽ ഒരു പുതിയ സാങ്കേതിക വിദ്യ പഠിച്ചെടുക്കുകയോ ആകട്ടെ, എല്ലാം അവർ വളരെ വേഗം പൂർത്തിയാക്കും. സമയത്തിന് അവർ ലോകത്തെ ഏറ്റവും വലിയ വില നൽകി. ഈ അസാമാന്യ വേഗതയാണ് ലോക വിപണിയിൽ മറ്റു രാജ്യങ്ങളെക്കാൾ മുൻപിലെത്താൻ അവരെ സഹായിച്ചത്. കൊറിയൻ യുദ്ധത്തിന് ശേഷം ജീവിച്ചിരുന്ന പഴയ തലമുറ രാജ്യത്തിനു വേണ്ടി വളരെ വലിയ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ദിവസത്തിൽ 15-16 മണിക്കൂറുകൾ അവർ യാതൊരു മടിയും കൂടാതെ ജോലി ചെയ്തു. അവധി ദിവസങ്ങൾ പോലും ഇല്ലാതെ അവർ ഫാക്ടറികളിലും നിർമ്മാണ സ്ഥലങ്ങളിലും രാപ്പകൽ പണിയെടുത്തു. സ്വന്തം സുഖസൗകര്യങ്ങളെക്കാൾ ഉപരിയായി രാജ്യത്തിന്റെ വികസനത്തിന് അവർ പ്രാധാന്യം നൽകി. കഠിനാധ്വാനികളായ ഈ പഴയ തലമുറയുടെ വിയർപ്പിലാണ് ഇന്നത്തെ ആധുനിക ദക്ഷിണ കൊറിയ പൂർണ്ണമായും കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം.
കടുത്ത ദാരിദ്ര്യത്തിൽ നിന്നും എങ്ങനെയെങ്കിലും കരകയറാനുള്ള അവരുടെ വലിയ ജീവിതാഗ്രഹമാണ് ഈ കഠിനാധ്വാനത്തിന് പിന്നിൽ ഉണ്ടായിരുന്ന പ്രധാന കാരണം. സാമ്പത്തിക വികസനത്തിന് ആവശ്യമായ വലിയ തുകകൾ കണ്ടെത്താൻ ദക്ഷിണ കൊറിയ തങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങളും കൃത്യമായി ഉപയോഗിച്ചു. 1965 അവർ അയൽരാജ്യമായ ജപ്പാനുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചു. വർഷങ്ങളോളം കൊറിയയെ അടിമകളാക്കി ഭരിച്ച ജപ്പാനുമായി ഒന്നിക്കാൻ ജനങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നുവെങ്കിലും രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിക്കായി സർക്കാർ ഈ കടുത്ത തീരുമാനമെടുത്തു. ഇതിന്റെ ഭാഗമായി ജപ്പാനിൽ നിന്നും വലിയ തുക നഷ്ടപരിഹാരമായും സാമ്പത്തിക സഹായമായും കൊറിയയ്ക്ക് ലഭിച്ചു. ഈ പണം മുഴുവൻ അവർ രാജ്യത്ത് വ്യവസായങ്ങൾ തുടങ്ങാനും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനുമാണ് വളരെ കൃത്യമായി ഉപയോഗിച്ചത്. കൂടാതെ അമേരിക്കയുടെ ആവശ്യപ്രകാരം ദക്ഷിണ കൊറിയ വിയറ്റ്നാം യുദ്ധത്തിൽ സജീവമായി പങ്കെടുത്തു. തങ്ങളുടെ 3 ലക്ഷത്തോളം സൈനികരെ കൊറിയ അന്ന് യുദ്ധത്തിനായി വിയറ്റ്നാമിലേക്ക് അയച്ചു. ഇതിന് പകരമായി അമേരിക്ക ദക്ഷിണ കൊറിയയ്ക്ക് വളരെ വലിയ സാമ്പത്തിക സഹായങ്ങൾ നൽകി. വിയറ്റ്നാമിലെ പല നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും വലിയ കരാറുകൾ കൊറിയൻ കമ്പനികൾക്ക് അമേരിക്ക നൽകി. വിദേശത്ത് ജോലി ചെയ്തിരുന്ന കൊറിയൻ നഴ്സുമാരും ഖനി തൊഴിലാളികളും അന്ന് നാട്ടിലേക്ക് അയച്ച പണവും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വലിയ സഹായമായി മാറി. ചുരുക്കത്തിൽ വിദേശ രാജ്യങ്ങളുമായുള്ള സങ്കീർണമായ ബന്ധം സാമ്പത്തിക നേട്ടങ്ങൾക്കായി ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാൻ ദക്ഷിണ കൊറിയൻ ഭരണകൂടത്തിന് വളരെ നന്നായി കഴിഞ്ഞു. ഇതെല്ലാം വികസന യാത്രയ്ക്ക് വലിയ ഊർജം നൽകി. 1980-കൾക്ക് ശേഷം ദക്ഷിണ കൊറിയ സാങ്കേതിക രംഗത്ത് അതിശയകരമായ വലിയ കുതിച്ചുചാട്ടം നടത്തി. പഴയ ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾക്ക് പകരം കമ്പ്യൂട്ടറുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും നിർമ്മിക്കുന്നതിലേക്ക് അവർ തങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും തിരിച്ചു. സാംസങ്, LG പോലെയുള്ള കമ്പനികൾ ഈ പുതിയ രംഗത്ത് വലിയ നിക്ഷേപങ്ങൾ നടത്തി ആഴത്തിലുള്ള ഗവേഷണങ്ങൾ ആരംഭിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച മെമ്മറി ചിപ്പുകളും മൊബൈൽ ഫോണുകളും ടെലിവിഷനുകളും കൊറിയയിൽ നിന്നും പുറത്തിറങ്ങി. ഈ കമ്പനികളുടെ അത്യാധുനിക ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടും വലിയ തോതിൽ വിറ്റഴിക്കപ്പെട്ടു. ലോക സാങ്കേതിക രംഗത്തെ ഏറ്റവും വലിയ ശക്തികളായി അവർ അതിവേഗം മാറി. ഇതിനു പുറമെ ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യയിലും അവർ ലോകത്തെ അമ്പരപ്പിച്ച വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. വളരെ വേഗതയുള്ള ഇന്റർനെറ്റ് കണക്ഷനുകൾ രാജ്യത്തുടനീളം ഗ്രാമങ്ങളിൽ വരെ അതിവേഗം ലഭ്യമാക്കി. ലോകത്തെ ഏറ്റവും വേഗത്തിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി കൊറിയ മാറി. വിവര സാങ്കേതിക വിദ്യയിലെ ഈ വലിയ മുന്നേറ്റം പുതിയ പല ആധുനിക വ്യവസായങ്ങൾക്കും അവിടെ തുടക്കം കുറിച്ചു. വീഡിയോ ഗെയിമുകൾ നിർമ്മിക്കുന്നതിലും സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിലും അവർ വലിയ വിജയം നേടി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് തുടങ്ങിയ പുതിയ മേഖലകളിലും ഇന്ന് അവർ വലിയ ഗവേഷണങ്ങൾ നടത്തുന്നു. സാങ്കേതിക രംഗത്തെ ഈ ശക്തമായ മുന്നേറ്റമാണ് കൊറിയയെ ഇന്നത്തെ ആധുനിക വികസിത രാജ്യമാക്കി പൂർണ്ണമായും മാറ്റിയത്. വളർച്ചയുടെ നീണ്ട പാതയിൽ അവർക്ക് വലിയ പ്രതിസന്ധികളും പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട്. 1997-ൽ ഏഷ്യൻ രാജ്യങ്ങളിൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. ദക്ഷിണ കൊറിയയെയും ഇത് വളരെ മോശമായി ബാധിച്ചു. വിദേശത്ത് നിന്നും വാങ്ങിയ വലിയ വായ്പകൾ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് രാജ്യം പെട്ടെന്ന് എത്തിച്ചേർന്നു. പല വലിയ കമ്പനികളും തകർന്നു വീണു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ ജോലികൾ നഷ്ടപ്പെട്ടു. ഒടുവിൽ അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നും വൻ തുക കടം വാങ്ങാൻ കൊറിയ നിർബന്ധിതരായി. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ പൂർണ്ണമായും തകർന്നുവെന്ന് എല്ലാവരും കരുതിയ വളരെ ബുദ്ധിമുട്ടേറിയ സമയമായിരുന്നു അത്. ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി സമയത്ത് രാജ്യത്തെ രക്ഷിക്കാൻ കൊറിയൻ ജനത ഒന്നടങ്കം മുന്നോട്ട് വന്ന കാഴ്ച ലോകത്തെ അമ്പരപ്പിച്ചു. ലോക ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത ഒരു വലിയ സംഭവമായിരുന്നു പിന്നീട് അവിടെ നടന്നത്. രാജ്യത്തിന്റെ വിദേശ കടം വീട്ടാൻ കൊറിയയിലെ സാധാരണ ജനങ്ങൾ തങ്ങളുടെ കൈവശമുള്ള സ്വർണം സർക്കാരിന് നൽകാൻ സ്വയം തീരുമാനിച്ചു. പണക്കാരും പാവപ്പെട്ടവരുമടക്കം ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളുടെ വിവാഹ മോതിരങ്ങളും സ്വർണമാലകളും വിലപിടിപ്പുള്ള ട്രോഫികളും സർക്കാരിന് യാതൊരു പ്രതിഫലവുമില്ലാതെ സംഭാവനയായി നൽകി. ഇങ്ങനെ ജനങ്ങളിൽ നിന്നും ലഭിച്ച സ്വർണം ഉരുക്കി വിദേശ രാജ്യങ്ങൾക്ക് വിറ്റ് കൊറിയ തങ്ങളുടെ വലിയ കടം വീട്ടാൻ തുടങ്ങി. ജനങ്ങളുടെ ഈ വലിയ ദേശസ്നേഹവും ഒത്തൊരുമയും ആ പ്രതിസന്ധിയെ വളരെ വേഗം മറികടക്കാൻ രാജ്യത്തിന് വലിയ കരുത്ത് നൽകി. വെറും 3 വർഷം കൊണ്ട് അവർ തങ്ങളുടെ മുഴുവൻ കടവും തിരികെ അടച്ചു. 21-ാം നൂറ്റാണ്ടിൽ ദക്ഷിണ കൊറിയ ലോകത്തിന് മുന്നിൽ കൂടുതൽ അറിയപ്പെടുന്നത് അവരുടെ വിനോദ വ്യവസായത്തിലൂടെയാണ്. കൊറിയൻ സംസ്കാരത്തിന്റെ ഈ വലിയ ആഗോള വ്യാപനത്തെ ഹാല്യു അഥവാ കൊറിയൻ വേവ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. കൊറിയൻ സംഗീതമായ K-പോപ്പ് ഇന്ന് ലോകമെമ്പാടുമുള്ള യുവാക്കൾക്ക് വലിയ ആവേശമാണ്. BTS, ബ്ലാക്ക് പിങ്ക് പോലെയുള്ള മ്യൂസിക് ബാൻഡുകൾക്ക് ലോകത്തിന്റെ എല്ലാ കോണുകളിലും കോടിക്കണക്കിന് ആരാധകരുണ്ട്. അതുപോലെ തന്നെ കൊറിയൻ സിനിമകളും ടെലിവിഷൻ പരമ്പരകളും ഇന്ന് എല്ലാവരും വളരെ താല്പര്യത്തോടെ കാണുന്നു. പാരസൈറ്റ് എന്ന കൊറിയൻ സിനിമയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമായ ഓസ്കാർ ലഭിച്ചത് ഇതിന്റെ വലിയൊരു മികച്ച ഉദാഹരണമാണ്. ഈ വലിയ സാംസ്കാരിക മുന്നേറ്റം കൊറിയൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. സിനിമകളും സംഗീതവും കണ്ട് ഇഷ്ടപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ കൊറിയ കാണാനെത്തുന്നു. കൊറിയൻ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും പരമ്പരാഗത ഭക്ഷണങ്ങൾക്കും ലോകമെമ്പാടും വലിയ ഡിമാൻഡ് ഉണ്ടായി. സ്വന്തം സംസ്കാരത്തെയും കലയെയും ഒരു വലിയ വ്യവസായമാക്കി മാറ്റാൻ കൊറിയയ്ക്ക് വളരെ ബുദ്ധിപൂർവ്വം കഴിഞ്ഞു. ആയുധങ്ങൾ കൊണ്ടല്ല, മറിച്ച് തങ്ങളുടെ കലയും സംസ്കാരവും ഉപയോഗിച്ച് ജനങ്ങളുടെ മനസ്സിലൂടെ ലോകത്തെ കീഴടക്കുന്ന ഈ പുതിയ രീതി കൊറിയയുടെ വലിയൊരു തന്ത്രവിജയമാണ്. എങ്കിലും അതിവേഗത്തിലുള്ള ഈ സാമ്പത്തിക വളർച്ച ദക്ഷിണ കൊറിയയ്ക്ക് പല പുതിയ വലിയ പ്രശ്നങ്ങളും ഇന്നുണ്ടാക്കിയിട്ടുണ്ട്.
സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള സാമ്പത്തിക അന്തരം അവിടെ വലിയ തോതിൽ വർദ്ധിച്ചു. കുറച്ച് വലിയ കമ്പനികളുടെ കൈകളിൽ മാത്രം രാജ്യത്തിന്റെ സിംഹഭാഗം സമ്പത്തും എത്തിച്ചേർന്നു. ഇത് സാധാരണക്കാരുടെ ജീവിതം വളരെ ചിലവേറിയതാക്കി മാറ്റി. കൂടാതെ ജനങ്ങൾ വലിയ മാനസിക സമ്മർദ്ദം എന്നും അനുഭവിക്കുന്നുണ്ട്. കുട്ടികൾ പഠനത്തിന്റെ കാര്യത്തിലും മുതിർന്നവർ ജോലിയുടെ കാര്യത്തിലും അതികഠിനമായ മത്സരമാണ് ദിവസവും നേരിടുന്നത്. ജീവിതത്തിലെ ഈ വലിയ ഓട്ടം പലപ്പോഴും വലിയ സങ്കടങ്ങൾക്കും ഏകാന്തതയ്ക്കും കാരണമാകുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. ഇന്നത്തെ കാലത്ത് കൊറിയ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ജനസംഖ്യയിലെ വൻ കുറവാണ്. ചെറുപ്പക്കാർ വിവാഹം കഴിക്കാനും കുട്ടികൾ ഉണ്ടാകാനും വലിയ താല്പര്യം ഇപ്പോൾ കാണിക്കുന്നില്ല. വർദ്ധിച്ചു വരുന്ന വീട്ടുവാടകയും ഉയർന്ന വിദ്യാഭ്യാസ ചിലവുകളും തൊഴിൽ പ്രശ്നങ്ങളുമാണ് ഇതിന് പ്രധാന കാരണം. ലോകത്ത് ജനന നിരക്ക് ഏറ്റവും കുറവുള്ള രാജ്യമായി ഇന്ന് ദക്ഷിണ കൊറിയ മാറി. കുട്ടികൾ ഇല്ലാതാകുകയും ജോലി ചെയ്യാൻ കഴിയാത്ത പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നത് ഭാവിയിൽ രാജ്യത്ത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ശക്തമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജനങ്ങളുടെ ഈ പുതിയ വലിയ പ്രതിസന്ധികളെ കൊറിയൻ സർക്കാർ എങ്ങനെ നേരിടുമെന്നത് ലോകം വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ചുരുക്കത്തിൽ ദക്ഷിണ കൊറിയയുടെ ചരിത്രം എന്നത് കഠിനാധ്വാനത്തിന്റെയും മികച്ച ദീർഘവീക്ഷണത്തിന്റെയും അവിശ്വസനീയമായ വലിയൊരു കഥയാണ്.